അപ്പൊ ഇപ്പൊ എന്താ ഒരു ക്യാമറ അസിസ്റ്റന്റ് ആയിട്ടല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എന്റെ കൂടെ ഫ്രാങ്ക്ലി എന്ന് പറഞ്ഞ ചേട്ടനാണ് ഞാൻ എന്റെ കൂടെ ആയിരുന്നു. പുള്ളിയും എന്റെ കൂടെ കട്ടക്ക് അങ്ങനെ നിന്ന് അഭിനയിച്ചുകൊണ്ടാണ് എനിക്കും പുള്ളിയുടെ അങ്ങനെ അഭിനയിക്കാൻ പറ്റും. അതായത് ഞങ്ങൾ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് വെറുതെ മാറിക്കുമ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ ഇവിടെ പറഞ്ഞാൽ പുള്ളിയുടെ അത്ര ഇതായെങ്കിൽ നമുക്ക് അഭിനയിക്കാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ, മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ ചെയ്ത, അതായത് ഇണങ്ങി പിണങ്ങിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ അഭിനയിച്ച്. പിന്നെ അത് ഷൂട്ടിങ്ങിന്റെ ഇടയിലായിട്ട് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഡയലോഗൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ പോടോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന പ്രായത്തിൽ മുതല്ല അങ്ങനെയുള്ള സീനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മ ആത്മാർത്ഥത്തോടുകൂടി തന്നെ വിളിച്ചത് പോടോ എന്നൊക്കെ പറഞ്ഞു. അത് പുള്ളിക്ക് മനസ്സിലായി, പുള്ളി അതിന്റെ റിപ്ലൈ ചെയ്യും, മനസ്സിലായി. അങ്ങനെ അഭിനയം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനല്ലേ പോകുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ തന്നെ ആ ഒരു സിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കാലത്ത് ചെന്നിട്ട് ആദ്യം തന്നെ പരിചയപ്പെടുന്ന പുള്ളിനെ, പക്ഷെ പുള്ളിയുടെ കൂടെയാണ് അഭിനയിക്കേണ്ടതെന്നുള്ള കൂടുതൽ സീക്വൻസ് പുള്ളിയുടെ കൂടെ ആയിരുന്നു. പക്ഷെ പുള്ളിയുടെ കൂടെയാണ് ഇങ്ങനെ അഭിനയിക്കേണ്ടി വരും എന്നുള്ള കാര്യം അറിയാൻ മേലായിരുന്നു. പുള്ളിനെ കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയണ പുള്ളി ആണ് എന്റെ ആശാനെന്ന്. പിന്നെ പുള്ളിയുടെ അടുത്തുനിന്ന് പോയിട്ടില്ല, പുള്ളിയുടെ കൂടെ തന്നെ. പിന്നെ എവിടെയും പോയില്ല, ഇപ്പോഴും അതപ്പുറത്ത് നിൽക്കുന്നില്ലേ? അപ്പൊ ദിബിൻ, ഈ സിനിമയത്തെ ക്യാരക്ടറിനെ പറ്റി കുറച്ചുകൂടെ പറയാമോ? പിന്നെ ഞാൻ പറയാൻ വിട്ടു, അതാണ് നമ്മൾ കൂടാതെ ഒരു പുതിയ നടനും കൂടി ഇതിലുണ്ട്, അജി തോമസ് എന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് ഹീറോ ആളിവിടെ ഇല്ല. അപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു ക്യാമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഏത് ഒരു എന്താ പറയുക, മലയാളികൾ ശരിക്കും പറഞ്ഞാൽ ഉള്ള അവസ്ഥ തന്നെയാണ്. അങ്ങനത്തെ ഒരു കോമഡി ക്യാരക്ടറാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. തലയൊക്കെ മൊട്ടടിച്ചിട്ട് കുറേ ഡെയിലി വടി തന്നെയായിരുന്നു, തല വടിച്ചോണ്ടിരിക്കുന്നു. അതെ അതെ അതെ. എന്നും എല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. ഒരു ബ്ലേഡും വാങ്ങിയിട്ട് കയറിയിട്ട് മാമലക്കണ്ടം അവിടെ ഒരു 10 ദിവസത്ത് നമ്മളവിടെ വണ്ടി അങ്ങനെ ഇട്ടാണ്ട് കയറിയതാണ്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ മലയുടെ മേലെ കയറി ആ ബ്ലേഡായിട്ട് കയറി പിന്നെ അവിടുന്ന് വടിയും കാര്യങ്ങളായിട്ട് ഡെയിലി ഒരു ഇതുപോലും വന്ന് അത്ര ശ്രദ്ധിക്കും സാറ്. അങ്ങനെ അങ്ങനത്തെ ക്യാരക്ടറാണ്. ഒരു ഭക്ഷണപ്രിയനാണ് ഈ ക്യാരക്ടർ മൊത്തം. അങ്ങനത്തെ ഒരു സംഭവമാണ് ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു പഴംപൊരി പോലും അല്ല ഞാനേ ഇതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ ആ സമയത്ത് ഒരു പഴംപൊരി തിന്നാൻ പോയതാണ്. അപ്പോഴത്തേനും ഇവരെല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അതന്നെ ലൈഫിലെ ഈ ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ മൊട്ട അടിച്ചിട്ട് അല്ലാതെ ക്യാരക്ടർ ഇതാണ്. ലൈഫായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഈ ഒരു സാധനം തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ സംഭവിച്ച ഒരു സാധനം തന്നെയാണ്. ഒരു പടത്തിന്റെ മാരത്തോൺ എന്നുള്ള പടത്തിന്റെ ഒരു ഷൂട്ട് സമയത്ത് നമ്മൾ ചോറ്റാനിക്കര അതേ സംഭവം തന്നെയാണിത്. അപ്പോൾ പടം ഇറങ്ങുമ്പോൾ കാണാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ചിരിക്കാൻ പറ്റിയൊരു സാധനമാണ്. അഭിരാമിയുടെ ക്യാരക്ടറിനെ പറ്റിയാണ് പറയാ. എൻ്റെ ഇതിൽ സെക്കൻഡ് ഹീറോയിനായിട്ടായിരുന്നു. ഇതുപോലെ തന്നെ വന്നപ്പോൾ ഭയങ്കര പേടിയും കാര്യങ്ങളായിരുന്നു. അപ്പം ഞാൻ ആരുമായിട്ട് മിങ്കിളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഇതിലെ നായികയായിട്ട് അങ്ങനെയല്ല, ഞാനിതിലെ നായികയായിട്ടും മിണ്ടും, പിന്നെ ഡയറക്ടർ ആയിട്ട് മിണ്ടും. വേറെ ആരായിട്ട് അങ്ങനെ മിണ്ടലൊന്നും ഉണ്ടായില്ല. ഈ ചേട്ടനൊക്കെയായിട്ട് മറ്റേ ട്രെയിനിങ് ടൈമിൽ 8ാമത്തെ ദിവസം കൊണ്ടായപ്പോഴാണ് ഈ ചേട്ടനൊക്കെയായിട്ട് തന്നെ മിണ്ടിയത്, അല്ലാണ്ട് ആരായിട്ടില്ല. പിന്നെ എൻ്റെ ഹീറോ ഉണ്ടല്ലോ, ആ ചേട്ടനായിട്ട് ഞാൻ ഷൂട്ടിങ്ങിൻ്റെ അന്നാണ് മര്യാദക്ക് മിണ്ടിയത്. ട്രെയിനിങ് സമയത്തൊന്നും മിണ്ടലുണ്ടായിരുന്നില്ല. എനിക്ക് ചീത്തയേക്കും, ഇവരെല്ലാവരും ചെയ്യും. എന്നിട്ട് ഞാൻ മാത്രമാണ് എപ്പോഴും ചീത്ത കേട്ടുകൊണ്ടിരിക്കണത്. ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറിക്കും, ഇവരൊക്കെ ഇരുന്ന് ഡാൻസൊക്കെ കളിക്കും. എല്ലാവരും മുൻപോട്ടായി, ഞാൻ മാത്രം ബാക്കോട്ട്. എന്നിട്ട് ഇടയ്ക്ക് ചോദിക്കും ഇതാകോ ഇതിലാകോന്ന് ഇപ്പോഴും ചോദിക്കും. എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഡയറക്ടർ വന്നുകൊണ്ട് എപ്പോഴും പറയും നിന്നെ കൊണ്ട് പറ്റും, നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, പക്ഷെ നിന്നെ കൊണ്ട് പറ്റും. അപ്പോൾ ഷൂട്ടിങ് തുടങ്ങണതിൻ്റെ രാവിലെ വന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നീ ഇത് പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നീ ഇത് ചെയ്തോ. ഞാൻ അവിടെ വന്നിരുന്ന് ക്യാമറ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കോളും എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ
ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോ സെറ്റായി സെറ്റായി. പിന്നെ കുഴപ്പമൊന്നും ക്യാമറ ഓണാക്കിയ പിന്നെ ഞാൻ പുലിയാണ് ആ ഇതിലല്ല. വേറൊരാളാണത്. പുള്ളിക്കാരത്ത് കുറെ കഷ്ടപ്പെടുന്നുണ്ട്, കാലൊക്കെ ഷൂട്ടിങ്ങിന്റെ ഇടയിലല്ല, വെറുതെ പോയി വീണതാ. വെറുതെ പോയിരുന്നതാ. ഷൂട്ടിങ്ങിന് വിളിച്ചപ്പോ ഓടിപ്പോയി. ഓടിപ്പോയപ്പോ ലൊക്കേഷൻ മലയുടെ മേളിലായിരുന്നു. ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ എടുക്കണം. നമ്മളിപ്പോൾ ഒരു മലയുടെ മേളിൽ മൊത്തം ഷൂട്ട് കിടന്നേക്കണത് 3 ക്യാമ്പായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഇപ്പോൾ ലേഡീസ് ഒരു ക്യാമ്പിൽ, ജെൻസ് ഒരു ക്യാമ്പിൽ, ഡയറക്ടർ വിങ് വേറൊരു ക്യാമ്പിൽ, 3 ക്യാമ്പായിട്ടാണ് നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് രാവിലെ എണീറ്റ് ഒരു 5:30 അല്ലേ 5:30 മണിക്ക് എണീക്കണം. 5:30 മണിക്ക് എണീറ്റ് കുളിച്ചിട്ട് സ്ട്രിക്റ്റ് ആണ്. 5 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു. അല്ല, അത് 6 മണിക്കാണ്. 6 മണിക്ക് മേക്കപ്പ് വരണം. ഞങ്ങളോട് 5 മണിക്ക്. നിങ്ങളുടെ ക്യാമ്പ് ഇവരുടെ ക്യാമ്പ് തൊട്ടടുത്താ, അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് കുറച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ 5:30 മണിക്ക് എണീറ്റിട്ട് 6 മണിക്ക് വന്നിരുന്ന് മേക്കപ്പ് ഇട്ടിരിക്കണം. എന്നിട്ട് പിന്നെ ഡയറക്ടർ സാറ് പറയണ പോലെ ഏത് സമയത്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഷൂട്ടുള്ളൂ. പക്ഷെ എല്ലാവരും കറക്റ്റ് 6 ഭയങ്കര പങ്ക്ച്വാലിറ്റി. 6 മണിക്ക് സെറ്റിൽ കുളിച്ച് മേക്കപ്പ് ഇട്ട ആൾക്കാർ വേണം. മലയുടെ ഏറ്റവും ടോപ്പില ഒരു നമ്മൾ പ്രാവശ്യം മേളിലേക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വേറെ ജീപ്പ് വിളിക്കണം. ഒരു ജീപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ജീപ്പ് അതിൽ വഴിയില്ല. പിന്നെ ഇടയ്ക്ക് വല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി വരുമ്പോൾ വന്നാലല്ലാതെ ഒറ്റ ഇതുമില്ല. അപ്പം അങ്ങനെ ഒരു പ്ലേസിൽ അത്രയും ദിവസം ഒരു ഞങ്ങൾ എല്ലാവരും ഒരു 15 ദിവസം അല്ലേ 15 ദിവസം ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഈ ഡയറക്ടറിൻ്റെ വിങ് എല്ലാവരും കൂടി നേരത്തെ എത്തി. അവരെനിക്ക് തോന്നുന്നു ഒരു 20 ദിവസം അതിന് മേലെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. മൊത്തം ഇവിടെയും എല്ലാം കൂടി 30 ദിവസത്തെ ഷൂട്ട് അങ്ങനെ എന്താണ്ടായിരുന്നു. എനിക്ക് 15 ദിവസത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡയറക്ടറും ഈ പറയുന്ന നമ്മുടെ DOP സാർ ടോൺ അലക്സ് ഏട്ടൻ മൂപ്പരെ കൊണ്ട് ക്യാമറ വരെ പൊക്കിച്ചിട്ടുണ്ട്. കാരണം വെച്ചാല് ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ മൂപ്പര് എല്ലാവരെയും കൊണ്ടും അല്ലേ നമ്മളെല്ലാവരെയും കൊണ്ട്. കാരണം ആ വെയിറ്റും തൂക്കി പോകാൻ പറ്റാത്തതുകൊണ്ടേ നിങ്ങളിത് എന്നും നോക്കുന്ന വെച്ചിട്ട് എല്ലാവരെ കൊണ്ടും എടുപ്പിച്ച് നോക്കിയിട്ടുണ്ട്. നായകന്റെ എല്ലാവരെ കൊണ്ടും എടുപ്പിച്ച് നോക്കിയായിരുന്നു. അത് രസം എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ ഇവർ എന്തോരം വെയിറ്റ് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യണേന്നുള്ളത്. അപ്പൊ അത് പിന്നെ മൊത്തത്തില് എല്ലാവരും അടിപൊളിയായിരുന്നു. നല്ല രസമായിട്ട് വർക്കൗട്ടായിട്ട് വന്നത്. അഭിരാമിയാണെങ്കിലും ഇങ്ങനെ മിണ്ടാതിരിക്കണമെന്ന് വിചാരിക്കണ്ട. ആള് ക്യാമറ ഓണാന്ന് പറഞ്ഞാൽ പിന്നെ ആള് പുലിയ, വേറെ രക്ഷയില്ല.